നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊല്ലം കൊട്ടാരക്കരയിൽ ചുരിദാർ ധരിച്ചെത്തിയ പ്രധാന അധ്യാപികയെ സ്കൂളിന് മുന്നിൽ തടഞ്ഞ അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാതിരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. കൊട്ടാരക്കര നടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു സംഭവം. പ്രധാന അധ്യാപിക സിന്ധു എസ് നായർക്കാണ് മോശം അനുഭവം ഉണ്ടായത്. സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരം ഗേറ്റ് കീപ്പറാണ് അധ്യാപികയെ തടഞ്ഞത്. തുടർന്ന് അധ്യാപിക ഗേറ്റിന് മുന്നിലിരുന്ന് പ്രതിഷേധിച്ചു. രാവിലെ ഒരു 11 മണിയോടുകൂടി മാനേജർ ഓഫീസിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചുരിദാർ ഇടരുതെന്ന് പറഞ്ഞു. മറ്റേ സെക്യൂരിറ്റി ആയിട്ട് വീണ്ടും വന്നു. ഇനി ഇവർ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നാൽ അകത്ത് കയറ്റരുത് എന്ന് പറഞ്ഞു, ഗേറ്റ് തടഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് എന്നെ ഈ സാധനങ്ങളെല്ലാം ആയിട്ട് ഞാൻ വരുമായിരുന്നു. അവിടെ വെച്ച് എന്നെ തടഞ്ഞു. പോലീസ് വന്നിട്ടാണ് ഞാൻ അകത്ത് കയറിയത്. എന്തുകൊണ്ട് എന്താണ് പറഞ്ഞത്? ചുരിദാർ ഇട്ടുകൊണ്ട് വന്നതിന്റെ പേര് പിന്നെ ചുരിദാർ ഇട്ടുകൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ചുരിദാർ ഇടാൻ ഗവൺമെന്റ് അംഗീകാരം ഉണ്ടോ? അതിനെ പറ്റി എനിക്കറിയാം. മാനേജർ പറഞ്ഞു ചുരിദാർ ഇട്ടുകൊണ്ട് വന്നാൽ കേട്ടുണ്ടെന്ന് പറഞ്ഞു. ഉറപ്പ്. അതേസമയം അധ്യാപികയെ തടഞ്ഞിട്ടില്ല എന്നാണ് മാനേജറുടെ വിശദീകരണം. നമുക്കറിയാം, ഇഷ്ടമുള്ള വസ്ത്രധാരണം ഓരോ പൗരൻ്റെയും മൗലിക അവകാശമാണ്. പ്രത്യേകിച്ചും നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ഏത് വസ്ത്രം ധരിക്കാനും നമുക്ക് അവകാശമുണ്ട്. പക്ഷേ ഇപ്പോഴും ചിലയിടങ്ങളിൽ, ചില തൊഴിൽ സ്ഥാപനങ്ങളിൽ ഈ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ചില വിലക്കുകളുണ്ട്. പ്രത്യേകിച്ച് സ്കൂളുകളിലാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് അധ്യാപകർ, പ്രത്യേകിച്ചും അധ്യാപികമാർ സാരി ധരിച്ചു വരുന്നതായിരുന്നു. പക്ഷേ ഈ അടുത്തിടെയാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. അധ്യാപകർക്കും ചുരിദാർ ധരിക്കാമെന്ന്. പക്ഷേ ഈ നിർദ്ദേശം, സർക്കാരിൻ്റെ ഈ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അധ്യാപികയ്ക്കെതിരെ, പ്രത്യേകിച്ചും പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. ചുരിദാർ ധരിച്ചെത്തിയതിന് അവരെ തടഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഇതൊരു അസാധാരണമായ നടപടിയാണ്. പ്രത്യേകിച്ച് ഒരു പ്രധാന അധ്യാപികയെ സ്കൂൾ മാനേജ്മെൻറ്റ് തടയുന്നു, അതും ചുരിദാർ ധരിച്ചെത്തിയതിന്. അങ്ങനെ ഒരു വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളുള്ള, അല്ലെങ്കിൽ ഒരു ഡ്രസ് കോഡുള്ള ഒരു സ്ഥാപനമാണ്, ഒരു സ്കൂളാണോ ഇത്? എന്താണ് ഈ അധ്യാപികയെ തടഞ്ഞതിന് സ്കൂൾ മാനേജ്മെൻറ്റ് നൽകുന്ന വിശദീകരണം? എന്താണ് അധ്യാപിക ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ? ടോം, ഇന്ന് ഒരു 9 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നെടുവത്തൂരുള്ള ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഈ സ്കൂളിലെ ഹൈസ്കൂൾ പ്രഥമ അധ്യാപികയാണ് സിന്ധു നായർ. ഇവർ രാവിലെ സ്കൂളിലേക്ക് എത്തുകയായിരുന്നു. ഓട്ടോറിക്ഷയിലാണ് ഇവരെത്തിയത്. അതായത് സ്കൂളിൽ കുട്ടികൾക്കായിട്ട് കുറച്ച് മുട്ടയൊക്കെ വാങ്ങിയാണ് എത്തുന്നത്. ഇന്ന് മുട്ട വിതരണമുള്ള ദിവസം കൂടിയാണ്. അങ്ങനെ എത്തിയപ്പോഴാണ് ഗേറ്റ് അടഞ്ഞ രീതിയിൽ കാണപ്പെട്ടു. അങ്ങനെ ഗേറ്റ് കീപ്പറോട് ഇവർ ആവശ്യപ്പെട്ടു. ഗേറ്റ് തുറക്കാൻ പറഞ്ഞപ്പോൾ ഗേറ്റ് തുറന്നില്ല. കാരണം ചോദിച്ചപ്പോഴാണ് നിങ്ങൾ ചുരിദാർ ധരിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ഗേറ്റ് തുറക്കാൻ സാധ്യമല്ല എന്ന് ഗേറ്റ് കീപ്പർ പറയുകയും ചെയ്തു. കാരണം അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഗേറ്റ് കീപ്പറിന് നൽകിയിരുന്നു എന്നാണ് ഗേറ്റ് കീപ്പർ നൽകുന്ന വിശദീകരണം. അപ്പോ എന്തായാലും ഗേറ്റ് തുറക്കാതെ വന്നതോടുകൂടി 1 മണിക്കൂറോളം അവർ വെളിയിൽ തന്നെ കാത്തു നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഒരു പ്രതിഷേധം എന്നോണം ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ആ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുകയും ചെയ്തു. അങ്ങനെ കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തുകയും സിന്ധു അധ്യാപികയെ സ്കൂളിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ എന്തായാലും മാനേജ്മെന്റുമായിട്ട് സംസാരിച്ചു. ഇതിൽ ഈ ഒരു ധാരണയിലെത്തി എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് അധ്യാപിക. മുൻപും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം മാനേജ്മെന്റിന്റെ ഇത്തരത്തിലുള്ള ഈ ഒരു നടപടിക്കെതിരെയാണ് അവർ പരാതി നൽകിയിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില വിദ്യാഭ്യാസ സംഘടനകൾ, അതുപോലെ തന്നെ അധ്യാപക സംഘടനകൾ എല്ലാം തന്നെ പ്രതിഷേധവുമായിട്ട് സ്കൂളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കേട്ടോ, തീർച്ചയായും ഇതിന് മുൻപും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പറയുന്നു. ഏതെങ്കിലും അധ്യാപകർക്ക് ഇതുപോലുള്ള അനുഭവം, മോശം അനുഭവം ഈ സ്കൂളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ അധ്യാപകരുടെ സംഘടന അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സ്കൂൾ മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം എന്താണ്? അങ്ങനെ ഒരു ഡ്രസ് കോഡ് സ്കൂളിൽ നിലവിലുള്ളതാണോ? ടോം, നിലവിൽ സ്കൂൾ കുട്ടികൾക്ക് മാത്രമാണ് അവിടെ ഡ്രസ് കോഡ് ഉള്ളതെന്നാണ് അറിയുന്നത്. അധ്യാപകർക്ക് അങ്ങനെ ഡ്രസ് കോഡുകളൊന്നും തന്നെ ഇല്ല. അവരുടെ എഗ്രിമെന്റിലൊന്നും തന്നെ അങ്ങനെ ഡ്രസ് കോഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല എന്നാണ് മറ്റ് അവിടുത്തെ സഹപ്രവർത്തകരായ അധ്യാപകരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നിലവിൽ
അധ്യാപികയും മാനേജ്മെന്റുമായിട്ട് മുൻപ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവരുമായി ബന്ധപ്പെട്ട് ചില മാനസിക വിരോധങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിരോധം ഇത്തരത്തിൽ തീർത്തതാണെന്നാണ് അധ്യാപിക പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ വ്യക്തതകൾ വരാനുണ്ട്. മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് അധ്യാപികയെ തടഞ്ഞിട്ടില്ല എന്നും ചുരിദാർ ധരിച്ചുകൊണ്ട് വരരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ഒരു മറുപടിയാണ്, ഒരു വിശദീകരണമാണ് മാനേജ്മെന്റ് നൽകുന്നത്. എന്തായാലും പോലീസ് ഈ ഒരു കാര്യത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഇനി വിദ്യാഭ്യാസ വകുപ്പിനടക്കം ഇവർ പരാതി നൽകി. വിദ്യാഭ്യാസ വകുപ്പ് ഏത് തരത്തിലുള്ള നടപടിയാകും സ്വീകരിക്കുക എന്നുള്ളതെല്ലാം നമുക്കിനി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുമോ? പ്രത്യേകിച്ചും അധ്യാപിക പരാതി നൽകിയിട്ടുണ്ട്. അധ്യാപക സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തുമുണ്ട്. തീർച്ചയായും വിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. അന്വേഷിച്ചെങ്കിൽ മാത്രം എന്താണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് ഉണ്ടായ ഒരു കാരണം. അതില്ലെങ്കിൽ തന്നെ നമുക്ക് ഈ അധ്യാപികയുടെ വാക്കിൽ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം മാനേജ്മെന്റ് സ്കൂളിൽ എത്തിയെന്ന് പറയുന്നുണ്ട്. ഇവരോട് ചുരിദാർ ധരിച്ചു വരരുത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇന്ന് ചുരിദാർ ധരിച്ചുകൊണ്ടെത്തി. അത് എന്താണ് കാരണം എന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ തുടർന്നുള്ള നമുക്കറിയാം, നമ്മുടെ സ്ഥാപനത്തിൽ മാനേജ്മെന്റ് സ്ഥാപനമാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്നവരും അവിടുത്തെ നിയമാവലികൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അധ്യാപിക വീണ്ടും ചുരിദാർ ധരിച്ചുകൊണ്ട് വീണ്ടും വരുന്നു, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നു. അതെന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. പോലീസ് ഗൗരവത്തോടെ ഈ ഒരു വിഷയം കാണുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസം യുവജന സംഘടനകളടക്കം വിദ്യാഭ്യാസ സംഘടനകളടക്കം വലിയ രീതിയിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ അടക്കം വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. കേട്ടോ, വ്യക്തമാണ്. നിലവിൽ ആ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് യൂണിഫോം ഉള്ളത്, അത്തരം ഡ്രസ് കോഡ് ഉള്ളത്, അധ്യാപകർക്കില്ല. പക്ഷേ ചില മാനേജ്മെൻറ്റ് സ്കൂളുകൾ അത്തരം ചില നിയമങ്ങളൊക്കെ കൊണ്ടുവരും. അങ്ങനെ നിയമമുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും നമ്മളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഒരു ഡ്രസ് കോഡ് ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ അവിടുത്തെ ജീവനക്കാർ എല്ലാവരും ബാധ്യസ്ഥരാണ്. പക്ഷെ അങ്ങനെ ഡ്രസ് കോഡ് ഇല്ലെങ്കിൽ ഇത്തരം ഒരു നടപടി, അധ്യാപകർക്കെതിരായ നടപടി, അതൊരു പ്രതികാര നടപടിയാണെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്, നടപടി സ്വീകരിക്കേണ്ടതാണ് സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.